ലോകത്തിലുള്ള എല്ലാ നല്ല വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമുക്ക് വേദങ്ങളിൽ കാണാൻ പറ്റും. വേദങ്ങളിൽ ചില നല്ല പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ മുമ്പിൽ വയ്ക്കാം. ഋഗ്വേദത്തിലെ ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഭൂരിതാ ഭൂരിദേഹിനോ മാ ഭദ്രം ഭൂര്യാഭര ഭൂരിഖേദിന്ദ്ര ദിത്സസി. ഋഗ്വേദത്തിലെ 4-ാം മണ്ഡലത്തില് 32-ാമത്തെ സൂക്തത്തില് 20-ാമതായി വരുന്ന മന്ത്രമാണ്. എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഐശ്വര്യശാലിയായ അല്ലയോ ഇന്ദ്ര, നീ കൂടുതൽ നൽകുന്നവനാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് നൽകിയാലും കുറച്ചായി നൽകരുത്. ധനധാന്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. നിശ്ചയമായും നീ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലയോ ഇന്ദ്ര. ഇന്ദ്രൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പുതിയ ദേവത. അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, മാതരിശ്വൻ, അര്യമ, ഇതെല്ലാം ഈശ്വരന്റെ നാമങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഇന്ദ്ര, നീ നല്ലോണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നിശ്ചയമായി നീ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധനധാന്യങ്ങൾ ധാരാളമായി തന്നാലും എന്ന് ഋഗ്വേദത്തിലെ ഒരു മന്ത്രം. വേറെ ഒരു മനോഹരമായ ഒരു മന്ത്രം ഞാൻ കണ്ടത് ഋഗ്വേദത്തിൽ തന്നെ 2-ാം മണ്ഡലത്തിലെ 21-ാമത്തെ സൂക്തത്തിൽ 6-ാമതായി വരുന്ന മന്ത്രമാണ്. ഇന്ദ്ര ശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹി ചിത്യം ദക്ഷസ്യ സുഭഗത്വമസ്മേ പോഷം രയീണാമരിഷ്ടിം തനൂനാം സ്വാത്മാനം വാചഃ സുദിനത്വമഹ്നാം. ഇതാണ് മന്ത്രം. എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത്? അല്ലയോ ഇന്ദ്ര, ശ്രേഷ്ഠാനി ദ്രവിണാനി, ശ്രേഷ്ഠതയാർന്ന ധനത്തെ നൽകിയാലും. എന്താണ് ഈ ശ്രേഷ്ഠധനം എന്ന് പറഞ്ഞാൽ? ഈ ശ്രേഷ്ഠധനം എന്ന് പറഞ്ഞാൽ എന്താ? രത്നാണോ? എന്താ ശരിയായ ശ്രേഷ്ഠധനം? ഉത്സാഹമുള്ള മനസ്സ്, ചിത്തമാണ് എനിക്ക് വേണ്ടത്. ഉത്സാഹമാർന്ന ചിത്തം എനിക്ക് വേണം. ഉത്തമ സൗഭാഗ്യങ്ങൾ വേണം. ഉത്തമമായ സൗഭാഗ്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ധനധാന്യങ്ങളുടെ സമൃദ്ധി വേണം. ശരീരാരോഗ്യം വേണം. വാക്കിലെ മാധുര്യം പകലിൻ്റെ സുദിനത്വമാണ് എന്ന് വരണം. പിന്നെ എന്താ പറയുന്നത് അടുത്ത മന്ത്രത്തില്? സ്ഥിരാവസന്ധ്വായുധ. ഋഗ്വേദത്തിൽ തന്നെ ഒരു മന്ത്രത്തിൽ പറഞ്ഞതാണ്. 1-ാം മണ്ഡലത്തിലാണ് 39-ാമത്തെ സൂക്തത്തിൽ 2-ാമതായി വരുന്ന മന്ത്രമാണ് അത്. എന്താ അതിനർത്ഥം? സ്ഥിരാവസന്ധ്വായുധ. നിന്റെ അസ്ത്രശസ്ത്രങ്ങൾ സ്ഥിരവും ദൃഢവുമാകുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലോകത്തുള്ള സമസ്ത സുഖദങ്ങളായ വസ്തുക്കൾ മനുഷ്യർക്ക് ഭോഗിക്കാനുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഭോഗിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. നിങ്ങൾ ഈ ലോകത്ത് തന്നെ കഴിയൂ, ലോകത്തുള്ള പദാർത്ഥങ്ങളെല്ലാം ഭോഗിക്കൂ. പക്ഷേ ത്യാഗഭാവത്തോടു കൂടി ആയിരിക്കണം. ഉപനിഷത്ത് ഭോഗത്തെ നിഷേധിക്കുന്നില്ല. ലോകത്തുള്ളവയെല്ലാം ഒരിടത്ത് കൂട്ടിവെക്കരുത് എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നുള്ളൂ. അത് വളരെ പ്രധാനവുമാണ്. നമ്മൾ കൂട്ടിവെക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കൂ, നിങ്ങൾ ഉപയോഗിക്കൂ, നിങ്ങൾ ഭോഗിക്കൂ. നോ ഇഷ്യൂ. അന്യഥാ കാമം ഉണ്ടാകരുത്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.